ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു കണ്ണിമാങ്ങ അച്ചാർ ഇടുന്നൊന്ന് നോക്കാവേ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 കിലോളം കണ്ണിമാങ്ങയുണ്ട്. പിന്നെ അറൗണ്ട് ഒരു 300 ഗ്രാമോളം കല്ലുപ്പുമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഇത് അങ്ങനെ ലെയറായിട്ട് ഇട്ടിട്ട് നമ്മളൊരു 10-15 ദിവസത്തേക്ക് മൂടി വെക്കണേ. അതിനുശേഷം അതിനിടയിൽ ഈ ഭരണി ഒന്ന് 1-2 തടവ് ഒന്ന് കുലുക്കി മാത്രം കൊടുക്കണം. അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് അച്ചാറിൻ്റെ ഇത് നോക്കാവേ. അപ്പം നമ്മൾ വീഡിയോയിലൂടെ പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി ഇത്രയും കണ്ണിമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇങ്ങനെ ഇത് നെറ്റോട് കൂടി വേണം എടുക്കാൻ. ഇതുപോലെ നെറ്റ് ഇത്രയും വെച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ചൊന ഉണ്ടാവുന്നുണ്ട് അതിൽ. ഇതിന്റെ ഇത്രയും വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുവാണേ. ഇത് അച്ചാർ നമ്മളിത് ചൊനയോട് കൂടിയാണ് ഇടുന്നത്. ഇത് ഞാൻ ഇടുന്നത് ഇതുപോലെ ഉണങ്ങിയ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഉണങ്ങിയ ഒരു ഗ്ലാസ് ബോട്ടിൽ, പിന്നെ ഒരു ഭരണി, ഇങ്ങനെ 2 സാധനത്തിലാണ് ഇത് ഇടുന്നത് നമ്മൾ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഭരണിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മാങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും അടുത്ത ലെയർ ഇട്ട് പിന്നെ മാങ്ങ, വീണ്ടും അടുത്ത് വെക്കും. പിന്നെ എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ മൂടിയിട്ട് ഇങ്ങനെ തുണി വെച്ചിട്ട് കെട്ടണം ഇത്. എന്നിട്ട് ഇതിപ്പോൾ നമ്മളിങ്ങനെ ഭരണിയിലെല്ലാം സെറ്റ് ചെയ്തിട്ട് പല പല ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ ഒരു തുണി വെച്ച് കെട്ടുവാണേ. ഇങ്ങനെ കെട്ടി വെച്ച് ഭരണി. അടുത്തത് നമ്മൾ പൊട്ടില്ല. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാങ്ങയെല്ലാം ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അറൗണ്ട് ഇതൊരു 15 ദിവസം മേലെയായിട്ട് 15
20 ദിവസത്തോളമായി മാങ്ങ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട്. ഇതാ, അപ്പൊ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. അപ്പോൾ 15-20 ദിവസം ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം ഒന്ന് കണ്ണിമാങ്ങ അച്ചാർ ഇടണം എന്ന് വിചാരിച്ചെങ്കിലും എനിക്കന്ന് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് അതങ്ങനെ നീങ്ങിപ്പോയി അതേ. അപ്പോൾ ഇത് തുറന്ന് നോക്കിയാൽ പൂപ്പല അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷേ മാങ്ങ നന്നായിട്ട് ചുരുങ്ങിപ്പോയിട്ടുണ്ട്. ഏകദേശം ഫുള്ള് ഭരണി ഉണ്ടായിരുന്നു, അതിലിപ്പോൾ ഒരു 1/4 ഭാഗമേ ഉള്ളൂ. ഏകദേശം ഒരു അരഭാഗത്തിലും കീഴെയാണ്. അതുപോലെ തന്നെ നമ്മളിത് ഉപ്പിലിടുമ്പോഴേക്കും വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിലിപ്പോൾ നിറയെ വെള്ളം വന്നിട്ടുണ്ട്. മാങ്ങയിൽ നിന്നുള്ള തന്നെ വെള്ളം അതിലേക്ക് അങ്ങനെ വന്നു തുടങ്ങും. അപ്പം നമ്മൾ അച്ചാറിടുമ്പോഴേക്കും ഈ വെള്ളം അരിച്ചെടുത്ത് വെക്കണേ. ഇത് അരിപ്പ അതുപോലെ ബാക്കി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും കഴുകി നന്നായിട്ട് ഉണക്കി എടുത്ത പാത്രങ്ങളായിരിക്കണം. വെള്ളം ഒട്ടും പെടാൻ പാടില്ല. വെള്ളം പെട്ടിട്ടുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോവേ. അപ്പം ഞാൻ ആദ്യം ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിൽ നമ്മൾ 1 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉലുവയും അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ. കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞിട്ട് ഉലുവയിടുക. അതൊന്ന് ചുമന്ന് വരുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് വറുത്തിടാനുള്ള മുളകിൻ്റെ അളവ് ഞാൻ ഒരു 5 ടീസ്പൂൺ മുളക് എടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം കായപ്പൊടിയും എടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ നന്നായിട്ടൊന്ന് വറുത്ത് തണുക്കാൻ വേണ്ടി വെക്കണേ. ഈ കടുകും ഉലുവയും ഇപ്പം ഞാനിതിലിട്ടിട്ട് രണ്ടും ഒരേ സമയത്ത് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരണം, അതുപോലെ തന്നെ ഉലുവയ്ക്കൊരു ബ്രൗൺ കളറും വരണം. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ കടുക് ഇപ്പോൾ പൊട്ടി തുടങ്ങിയ ഉടനെ നമുക്ക് ഉലുവ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് വറുത്തിട്ട് ഗ്യാസ് അങ്ങനെ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാവേ. അതിനുശേഷം നമ്മൾ മുളക് പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂണോളം കായപ്പൊടി, ഇത്രയും പൊടികൾ ഒന്നിച്ചെടുത്ത് വെച്ചേക്കണം. ആദ്യം ഈ പൊടികൾ ഇടുമ്പോൾ ഗ്യാസ് ഓഫിൽ വെച്ചിട്ട് എല്ലാ പൊടികളും അതിൽ സെറ്റ് ചെയ്ത് ഇട്ട് വെച്ചിട്ട് പിന്നെ ഗ്യാസ് ഓണാക്കിയാൽ മതിയേ. പെട്ടെന്ന് അല്ലെങ്കിൽ പൊടികളെല്ലാം ഒന്ന് കരിഞ്ഞു പോകും. അപ്പം നമ്മൾ ആദ്യം കടുക് പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന മിക്സിയുടെ ചെറിയ ജാറെല്ലാം നമ്മൾ മുന്നേ കഴുകി ഉണക്കി എടുത്തേക്കണം. വെള്ളം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ സ്പൂണുകൾ, അച്ചാറിടാൻ ഉപയോഗിക്കുന്ന സ്പൂണ്, പാത്രങ്ങളെല്ലാം തന്നെ, ഭരണിയും അതുപോലെ തന്നെ കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും കഴുകി ഉണക്കിയാണ് എടുക്കുന്നതെങ്കിൽ അച്ചാർ ഒരുപാട് കാലം കേടാകാതിരിക്കും. വെള്ളം പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ഫംഗസ് വരാൻ തുടങ്ങുമേ. അപ്പം നമ്മൾ ഇപ്പം ആദ്യം ഇങ്ങനെ കടുക് പൊട്ടാൻ വേണ്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ പരിപ്പായിട്ട് വാങ്ങിക്കാൻ കിട്ടും. സമയമില്ലെങ്കിൽ നമുക്ക് അത് അങ്ങനെ കൂടി ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഇതുപോലെ തന്നെ വറുത്തെടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് പൊട്ടി വരുമ്പോഴേക്ക് അതിലേക്ക് തന്നെ ഉലുവ 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. അധികമായിട്ട് ഇടരുത്. ഉലുവയും കടുകും ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പ്പ് വരാൻ തുടങ്ങും. കറക്റ്റ് 1 സ്പൂണോളം മതിയാവും നമുക്ക്. ഇനി നമ്മൾ അടുത്തത് ഉലുവയും കൂടി ഇട്ട് ഒന്ന് ഒരു ലൈറ്റ് കളറൊന്ന് മാറി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. 5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കായപ്പൊടി, ഇത്രയും പൊടികളാണ് ഞാൻ കണ്ണിമാങ്ങ അച്ചാറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ വെള്ളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കണ്ണിമാങ്ങ ഉപ്പിലിട്ടതിൽ വന്നിട്ടുള്ള വെള്ളം തന്നെയാണ്. അത് നമ്മൾ അരിച്ചെടുത്ത് വെക്കണേ. അതുപോലെ തന്നെ ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഉപ്പ് അധികം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിച്ചാറിയ വെള്ളം വേറെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതിലുള്ള വെള്ളം തന്നെ ഏകദേശം ഫുള്ളായിട്ടെന്നോണം ഉപയോഗിച്ചിട്ടുണ്ട്.
പിന്നെ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പിത്തിരി അധികം പോലെ തോന്നിക്കൊണ്ടിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് ദിവസം ഈ അച്ചാർ ഇരുന്ന് വരുമ്പോഴേക്കും അത് കറക്റ്റ് സെറ്റായിട്ട് വരും. അതങ്ങനെ ഇപ്പം നമ്മൾ ഉലുവ കൂടി വറുത്ത് കോരുവാണ്. എന്നിട്ട് അത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ച് വെക്കാം. ഈ അച്ചാർ നമുക്ക് കഞ്ഞിക്കെല്ലാം വളരെ നല്ലതാണ്. അതുപോലെ കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തു വിടാനും ഒക്കെ ഈ കണ്ണിമാങ്ങ അച്ചാർ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ മാങ്ങ ഉപ്പിലിടുന്ന സമയത്ത് അതിൻ്റെ ചൊനയോടുകൂടി തന്നെ ഇടണേ. അതാണ് അതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അതിൻ്റെ നെട്ടോടുകൂടി ആ ചൊനയോടുകൂടി തന്നെ നമുക്ക് ഉപ്പിലിട്ട് വെക്കാം. അതിനുശേഷം അച്ചാറാക്കുന്ന സമയത്ത് നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് അരിച്ചെടുത്താൽ മതിയേ. അത് അതിൻ്റെ അതിൻ്റെ വെള്ളമാവൊന്നും നമ്മൾ കളയേണ്ട കാര്യമില്ല. ചൊനയോടുകൂടി തന്നെ അച്ചാറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഉലുവയെല്ലാം വറുത്തതിന് ശേഷം ഞാനത് മാറ്റി വെച്ച് തണുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി നമ്മൾ ഇപ്പോൾ പാനിൽ കുറച്ചൊരു ചൂടുണ്ട്. ചൂടൊന്ന് പോയതിന് ശേഷം കൂടി നമുക്ക് മുളക് പൊടി 5 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ നമുക്ക് അരിയിട്ട് കൊടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് ഗ്യാസ് കത്തിച്ച് സ്വിമ്മിൽ വെച്ച് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കാവേ. കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. ഇത് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളിതിൽ എണ്ണയോ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ടിട്ട് വളരെ ഗ്യാസ് സ്വിമ്മിൽ വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയേ. അത് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് പിന്നെ അച്ചാറിടുന്ന ഇതിലോട്ട് പോവാം. ഇപ്പം ഞാൻ ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് കത്തിച്ചിട്ടില്ല. എല്ലാ പൊടികളും ഇട്ടതിന് ശേഷം മാത്രമേ ഗ്യാസ് കത്തിക്കുന്നുള്ളേ. പിന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 ടീസ്പൂണോളം മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ടതിന് ശേഷം മാത്രം ഗ്യാസ് വളരെ സിമ്മിലായിട്ട് വെച്ചിട്ട് ഒന്ന് ഈ പൊടികളൊന്ന് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയേ. കണ്ണിമാങ്ങയിൽ വൈറ്റമിൻ സി റിച്ചാണ്. അതുപോലെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയതുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ശരീരത്തിന് നല്ല റെസിസ്റ്റൻസ് കിട്ടാനും ഇമ്മ്യൂണിറ്റിക്കും വളരെ നല്ലതാണ്. ഹാർട്ടിൻ്റെ ഹെൽത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ സ്കിന്നിന് വളരെ നല്ലതാണ്. ലിവർ കംപ്ലൈൻ്റ് ഉള്ളവർക്കും കണ്ണിമാങ്ങ അച്ചാർ വളരെ നല്ലതാണ്. അതുമാത്രമല്ല, നമ്മൾ വീട്ടിൽ തയ്യാറാക്കി വെക്കുമ്പോഴേക്കും അതിൽ യാതൊരുവിധ കെമിക്കലുകളും ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ണിമാങ്ങ അച്ചാർ ഈ മാങ്ങാക്കാലത്തിലൊന്ന് ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് മഴക്കാലത്തും അതുപോലെ കഞ്ഞിക്കെല്ലാം കറിയില്ലാത്തപ്പോഴും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു സൂപ്പർ അച്ചാറാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ മുളക് പൊടിയൊക്കെ ഞാൻ ഗ്യാസിൽ സ്വിമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി, കരിഞ്ഞു പോകാതെ ഓഫ് ചെയ്യണം. അതുപോലെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയും ചെയ്യണം ഈ മുളക് പൊടിയും കായപ്പൊടിയെല്ലാം. അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന് ശേഷം നമ്മൾ ഈ അച്ചാറിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു കപ്പോളം നല്ലെണ്ണ വേണം. അപ്പോൾ അത് ഞാൻ അടുത്ത ഒരു പാനിൽ വെച്ചിട്ട് പാനിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ മുളക് പൊടിയും നമ്മൾ വറുത്തെടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും തണുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നല്ലെണ്ണ ആവശ്യത്തിന് ഉള്ളത് ചൂടാക്കിയിട്ട് തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. അതുപോലെ തന്നെ നല്ലെണ്ണയിൽ ഒരു തുണി മുക്കിയിട്ട് ഈ അച്ചാറിന് മേലെ നല്ല വൃത്തിയുള്ള ഒരു ചെറിയ കഷ്ണം തുണി പീസ് നമുക്ക് ഈ അച്ചാറിൻ്റെ മേളിൽ നല്ലെണ്ണയിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ ഫംഗസ് വരാതെ പൂപ്പലൊന്നും വരാതെ അത് തടുത്ത് നിർത്തുവേ. അതൊരു കോട്ടിങ് മാതിരി, എണ്ണ ഒരു കോട്ടിങ് മാതിരി നിൽക്കും അച്ചാറിന് മുകളിൽ.
അപ്പം നമുക്കതിൽ ഇതൊന്നും പൂപ്പലൊന്നും വരാതിരിക്കുവേ, കുറേ കാലങ്ങൾ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ എനിക്കൊരു ചെറിയ ഭരണി അച്ചാറേ കിട്ടത്തുള്ളൂ, കാരണം മാങ്ങ വളരെ ചുരുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കുറച്ച് കാലം കൊണ്ട് തന്നെ ഈ അച്ചാർ തീർന്നു പോകും, അധികം കാലത്തേക്ക് ഇത് വെക്കാനുണ്ടാവില്ല. എന്നാലും ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. എണ്ണ നമ്മൾ കുറച്ചധികം തന്നെ വേണം, അല്ലെങ്കിൽ പൂപ്പൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു തുണി ചെറിയ കഷ്ണം ഒന്ന് എണ്ണയിൽ നനച്ചിട്ടല്ല, എണ്ണയിലൊന്ന് മുക്കിയിട്ട് നമുക്ക് ഈ അച്ചാറിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാവേ. ആ സമയം കൊണ്ട് നമുക്ക് മാങ്ങയും വെള്ളവും കൂടെ, ഉപ്പിലിട്ട മാങ്ങയും അതിൻ്റെ അകത്ത് ഊറി വന്നിട്ടുള്ള വെള്ളവും ഒന്ന് അരിച്ച് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വളരെ വൃത്തിയായിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെള്ളം അരിച്ചിട്ട് ഈ മാങ്ങ അങ്ങനെ അതിലേക്ക് എടുത്തിടണം. അതിനുശേഷം നമ്മൾ ഈ മുളക് പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് വറുത്തത് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നീട് വെള്ളം വന്നിട്ട് മാങ്ങ ഉപ്പിലിട്ട വെള്ളം തന്നെയാണ് നമ്മളിതിലേക്ക് അരിച്ചൊഴിക്കുന്നത്. അതങ്ങനെ അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ഭരണിയിലോട്ട് അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു ബോട്ടിലോട്ട് മാറ്റുമ്പോഴേക്കും അതിന് മേലെയായിട്ട് ഈ എണ്ണ ചൂടാക്കിയത് അത് തണുത്ത് വന്നതിന് ശേഷം മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം തുണി, നല്ല വൃത്തിയുള്ള ഒരു തുണി വന്ന് എണ്ണയിൽ മുക്കിയിട്ട് നമ്മൾ ഇതിന് പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കണ്ണിമാങ്ങ പൂപ്പല ഒന്നും വരാതെ നല്ല വൃത്തിയായിട്ട് ഒരുപാട് കാലം കേടാവാതെ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിന് ശേഷം ഇത് തണുത്ത് വരുന്ന സമയത്തിനുള്ളിൽ നമ്മൾ വൃത്തിയായിട്ടുള്ള ഒരു പാത്രം, അത് കറക്റ്റ് കഴുകി തുടച്ച് ഉണങ്ങിയ നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രമായിരിക്കണേ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പാത്രത്തിലേക്ക് ഈ കണ്ണിമാങ്ങ ഉപ്പിലിട്ടത് നമ്മളങ്ങനെ അരിച്ച് ഇടാവുന്നതാണ്. അതിൽ വെള്ളം വേറെ ഒരു പാത്രത്തിലും മാങ്ങ വേറൊരു പാത്രത്തിലുമായിട്ട് വെക്കണേ. എന്നിട്ട് ഈ മാങ്ങ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി എല്ലാം കൂടെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ആറിയതിന് ശേഷം അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ആ വെള്ളം, ഉപ്പുമാങ്ങ ഇട്ട വെള്ളം അതിലേക്ക് നല്ല വൃത്തിയുള്ള ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ച് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം വന്ന് നമ്മൾ ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കണം, കാരണം നമ്മൾ ഉപ്പ് കുറച്ച് അധികമായിട്ട് ഇട്ടിട്ടുണ്ട് ഇത് മാങ്ങ ഉപ്പിലിടുമ്പോഴേക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളം മാത്രമേ, ആ വെള്ളം അരിക്കുന്നതിൽ നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. വീണ്ടും നിങ്ങൾക്ക് ഗ്രേവി ചാറ് മാതിരി വെള്ളം മാതിരി വേണം എന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ ഉപ്പില്ലാത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇതിലുള്ള ഉപ്പ് വെള്ളം തന്നെയാണ് ഏകദേശം ഒരു 3/4 ഭാഗം എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് തിളപ്പിച്ചാറിയ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ചൊരു വെള്ളം പോലെ ഇരിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതിൻ്റെ ഗ്രേവി വന്നിട്ട് കഴിക്കാൻ ഇവിടെ കുട്ടികൾക്കെല്ലാം വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം അധികമായിട്ട് എക്സ്ട്രാ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉലുവയും കൂടെ വറുത്ത് വെച്ചത് അത് തണുത്തതിന് ശേഷം നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഒന്നിലും വെള്ളം പെടാതിരിക്കാനായിട്ട് നോക്കണം. വെള്ളം പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ചാർ പെട്ടെന്ന് കേടായി പോവുകയെ. അപ്പം ഞാൻ കടുക് ഉലുവയും കൂടെ പൊടിച്ചത് അങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും ഏകദേശം 1 സ്പൂണേ നമ്മൾ എടുത്തിട്ടുള്ളൂ. കടുക് 1 സ്പൂൺ, ഉലുവ 1 സ്പൂൺ അത്രയും എടുത്തിട്ടുള്ളേ. അപ്പോൾ ഇതിന് ഉപ്പെല്ലാം ഇപ്പം കറക്റ്റാണ്, ഞാൻ തൊട്ട് നോക്കി. ഇപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ഉപ്പിലിടുമ്പോഴേക്കും ഉപ്പ് നോക്കണം. അധികമായിട്ട് ഉപ്പ് വെള്ളത്തിന് അധികമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ ഉപ്പില്ലാത്ത വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തിളപ്പിച്ചതിന് ശേഷം വെള്ളം നന്നായിട്ട് തണുപ്പിക്കണേ. അതിന് ശേഷം മാത്രം ഈ അച്ചാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് കാലം നമുക്ക് കേടാവാതിരിക്കും.
കറികളില്ലാത്ത സമയത്ത് അതുപോലെ കഞ്ഞിക്ക് എല്ലാം ഇത് വളരെ സൂപ്പറായിട്ടുള്ള ഒരു അച്ചാറാണ്. അതുപോലെ തന്നെ ഒരുപാട് കാലങ്ങൾ ഇരിക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത്. മാങ്ങ ഇങ്ങനെ ശരിക്കും അലുത്തെല്ലാം വരുമ്പോഴേക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആകും. അപ്പം ഞാൻ കഴുകി വൃത്തിയായിട്ട് ഇന്നലെ ഒരു ഭരണി ഉണക്കി വെച്ചിട്ടുണ്ട്. ഈ ഭരണിയിലാണ് നമ്മൾ അച്ചാർ കെട്ടിവെക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാനിത് ഫുൾ അതിലേക്ക് മാറ്റുവാണ്. അതിന് ശേഷം നമുക്കത് എണ്ണ ചൂടായത് തണുപ്പിച്ചതിന് ശേഷം മേലെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഒരു തുണി വന്നിട്ട് എണ്ണയിൽ മുക്കിയിട്ട് അതിന് മേലെ ഒരു ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരു കോട്ടിങ് മാതിരി നിൽക്കുവേ അതിന് മുകളിൽ. അപ്പോൾ അത് അച്ചാർ ഇങ്ങനെ ഒരുപാട് കാലങ്ങൾ കേടാവാതിരിക്കും. ഇപ്പോൾ എനിക്കിതൊരു ചെറിയ ഭരണി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് തീർന്നു പോകും ഇവിടെ. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വെക്കേഷൻ ടൈമാണ് വന്നത്, കുട്ടികളെല്ലാം വീട്ടിലുണ്ടാവും. അപ്പോൾ കുറച്ച് മാസം കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തീർന്നു പോകും. ഞങ്ങൾ വേറെ രാത്രി കഞ്ഞിയാണ്, മിക്കവാറും ദിവസങ്ങളിൽ കഞ്ഞിയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ചാർ എല്ലാം പെട്ടെന്ന് ഇവിടെ ഫാസ്റ്റായിട്ട് തീർന്നു പോകുവേ. അപ്പം നമ്മൾ ഇതിങ്ങനെ ഭരണിയിലോട്ട്, ഭരണി കഴുകി ഉണക്കി ഏറ്റവും നല്ല വൃത്തിയായിട്ടുള്ള ഭരണിയായിരിക്കണേ. അതിലേക്ക് നമ്മൾ ഈ ഇത് അച്ചാർ ഇങ്ങനെ ഇടുകയാണ്. അതിന് മേലിലോട്ട് നല്ലെണ്ണ ചൂടാക്കി തണുത്തതും ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു ചെറിയ കഷ്ണം തുണി നല്ലെണ്ണയിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. പിന്നെ നല്ല വൃത്തിയായിട്ട് കെട്ടിവെക്കുക. ഒരു 15 ദിവസം 10 ദിവസത്തിന് ശേഷം നമുക്ക് വൃത്തിയുള്ള സ്പൂൺ, നനവില്ലാത്ത സ്പൂണെല്ലാം വെച്ചിട്ട് എടുത്ത് അച്ചാർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പ്രത്യേകിച്ച് ഇതൊരു മാങ്ങാക്കാലമാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ എരിവും നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ട് അത്രയും എരിവിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 5 സ്പൂൺ മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് അധികമായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അത് 7 സ്പൂൺ വരേക്കും ആക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ അച്ചാർ ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കേ. അപ്പോൾ ഈ ഭരണി ഏകദേശം 3/4 ഭാഗത്തോളം ഞാനിത് അച്ചാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാലൻസ് മേലെ നമുക്ക് ചൂടാക്കിയിട്ട് തണുത്ത എണ്ണ ഒഴിച്ചു കൊടുക്കണേ. നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കഷ്ണം തുണി കൂടി നമ്മൾ എണ്ണയിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ സൂപ്പർ കണ്ണിമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു ഉണക്കത്തുണി വെച്ചിട്ട് മൂടിയിട്ട് ഉണക്കത്തുണി വെച്ചിട്ട് കെട്ടിവെക്കും. ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തിന് ശേഷം നമുക്കത് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.